തെലുങ്ക് സാഹിത്യ ലോകത്ത് വായനക്കാരുടെ കണ്ണു നനയിച്ച ഒരു മാസ്റ്റർ പീസ് എന്ന് വിളിക്കാവുന്ന കൃതിയാണ് രവി മന്ത്രി എഴുതിയ അമ്മ പ്രേമലു എന്ന നോവൽ. കേവലം ഒരു പ്രണയകഥയിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത്. കാലാതീതമായ വികാരങ്ങളുടെയും ഓർമ്മകളുടെയും ഒരു വലിയ സഞ്ചയമാണ്. 1980കളിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന സരികയുടെയും റാമിന്റെയും ഹൃദയഹാരിയായ പ്രണയത്തെ ആധുനിക കാലത്തെ ഒരു മകന്റെ കാഴ്ചപ്പാടിലൂടെയാണ് നോവലിസ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അമ്മയുടെ ഡയറിയിലെ ചില താളുകൾ യാദൃശ്ചികമായി വായിക്കാനിടയാകുന്ന മകൻ തൻ്റെ അമ്മയ്ക്കുള്ളിൽ താൻ ഒരിക്കലും കാണാത്ത ആഴമേറിയ പ്രണയമുള്ള ഒരു യുവതി ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുകയാണ്. ത്യാഗം നഷ്ടപ്പെട്ട പ്രണയം, അമ്മയെന്ന ബിംബത്തിന് പിന്നിലെ സ്ത്രീയുടെ സത്വവും ആഗ്രഹവും തുടങ്ങി തികച്ചും വൈകാരികമായ ഒട്ടേറെ തലങ്ങൾ ഈ പുസ്തകം സ്പർശിക്കും. ഇന്നത്തെ കാലത്തെ വേഗതയേറിയ ബന്ധങ്ങളിൽ നിന്ന് മാറി കാത്തിരിപ്പിന്റെയും ആത്മാർത്ഥതയുടെയും സുഗന്ധമുള്ള 80കളിലെ ആ പഴയ പ്രണയകാലം ഈ കൃതിയിലൂടെ വായനക്കാരിലേക്ക് പുനർജനിക്കുന്നു. ഓരോ വായനക്കാരന്റെയും ഉള്ളിലെ അമ്മ എന്ന സങ്കല്പത്തെ കുറച്ചുകൂടി തെളിച്ചയോടുകൂടി നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുന്ന മനോഹരമായ ഒരു സാഹിത്യാനുഭവമായി ഈ അമ്മ പ്രേമലു മാറുന്നു. ഇതൊരു ചെറിയ വായനയാണെങ്കിലും അത് വായനക്കാരന്റെ മനസ്സിൽ ദീർഘകാലം തങ്ങി നിൽക്കുന്ന ഒരു നൊമ്പരമായി അവശേഷിക്കും. അതെ, അമ്മ പ്രേമലു പ്രണയത്തിന്റെ വൈകാരികമായ ഭൂമിയിലേക്കുള്ള ഒരു സഞ്ചാരമായിട്ട് മാറുകയാണ്. മനുഷ്യോത്ഭവം മുതൽ പ്രണയമെന്ന വികാരം ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആഘോഷിക്കപ്പെട്ടും മൂടിവെച്ചും ഗർഭസ്ഥ അവസ്ഥയിൽ പൊലിഞ്ഞുപോയുമെല്ലാം മനുഷ്യന്റെ ഉള്ളിൽ ആ പ്രേമമെന്ന പ്രണയമെന്ന വികാരമുണ്ടായിട്ടുണ്ടായിരിക്കും. പലതും പ്രത്യക്ഷത്തിൽ ആരും പ്രകടിപ്പിച്ചില്ല എന്നത് മാത്രമായിരിക്കും. അങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നോ എന്ന് നാം അത്ഭുതപ്പെട്ടേക്കാം. പക്ഷേ ഉണ്ടായിരിക്കും. അത് മനുഷ്യാവസ്ഥയുടെ, മനുഷ്യന്റെ വികാരമായ അവസ്ഥകളുടെ ഒരു നേർക്കാഴ്ചയായിട്ടാണ് അത് നിൽക്കുന്നത്. പഴയകാലത്തെ പ്രണയവും പുതിയ കാലത്തെ പ്രണയവും തമ്മിൽ 2 തരം വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പഴയ കാലത്തിൽ പൊതുവെ എല്ലാം പതുക്കെയായിരുന്നു. പ്രണയത്തിന്റെ സ്വഭാവവും അങ്ങനെ തന്നെ ആയിരുന്നു. അതിനൊരു പതുങ്ങിയ സ്വഭാവം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ എല്ലാം വളരെ വേഗതയേറിയതാണ്. അതുകൊണ്ട് തന്നെ പ്രണയവും ജീവിതവും എല്ലാം വളരെ വേഗത്തിൽ തന്നെയാണ്. ഇവിടെ അമ്മ പ്രേമലു എന്ന ഒരു നോവൽ മനുഷ്യ ജീവിതത്തിന്മേൽ, അവന്റെ വികാരത്തിന് മേൽ എല്ലാം ഉണ്ടാകുന്ന കുറെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ തരത്തിലുള്ളൊരു പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു പുസ്തകം കയ്യിൽ വെച്ചോ കയ്യിൽ പിടിച്ചൊക്കെയാണ് സംസാരിക്കാറ്. അതിൻ്റെ ഒരു ആവശ്യം അമ്മ പ്രേമലുവിൽ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വിവർത്തന കൃതിയാണ്. മലയാളത്തിൽ DC ബുക്സ് നിങ്ങളുടെ വായന സമക്ഷം ഇത് സമർപ്പിക്കുകയാണ്.